Hello everyone, we are learning consolidated financial statements. In this video, we are going to learn preparation of consolidated balance sheet of a holding company when they acquire 100% shares in subsidiary company. Here is the problem. X Limited acquires all the shares of Y Limited on 31st March 2020, on which date the statement of financial position of two companies were as under. From the balance sheet given, prepare consolidated balance sheet as on 31st March 2020. Balance sheet X Limited, Y Limited, share capital 10 lakh, Y Limited 4 lakh. Reserves and surplus X Limited matram 2 lakh. Current liabilities, trade payables 1,30,000 for X Limited and 1,20,000 for Y Limited. Total 13,30,000 and 5,20,000 respectively for X and Y Limited. Assets, fixed assets 9,30,000 for X and 5,20,000 for Y Limited. Non-current investment X Limited matram 4 lakh. So in this problem, share capital in X Limited 10 lakh rupees and Y Limited 4 lakh rupees. So നമുക്ക് ഇതിൽ നിന്ന് കൂടുതൽ മനസ്സിലാക്കണമെങ്കിൽ അവരുടെ schedules ഇവിടെ തന്നിട്ടുണ്ട്. Share capital issued, subscribed and paid up equity share of rupees 10 each. X Limited 10 lakh and Y Limited 4 lakh. That means Y Limited 4 lakh rupees in the share capital ഉണ്ട്. ഒരു ഷെയറിന് 10 rupees ആണ്. X Limited share value അല്ലെങ്കിൽ ഒരു ഷെയറിന്റെ face value 10 rupees ആണ്. Reserves and surplus X Limited മാത്രമേ ഉള്ളൂ. സർപ്ലസും അതുപോലെ തന്നെയാണ്. ജനറൽ റിസർവും സർപ്ലസും X Limited മാത്രമേ ഉള്ളൂ. നോൺ കറന്റ് ലയബിലിറ്റീസിൽ 100% ഇക്വിറ്റി ഷെയർസ് ഇൻ Y Limited 4 lakh rupees X Limited കാണിച്ചിട്ടുണ്ട്. That means 4 lakh rupees ഇൻവെസ്റ്റ് ചെയ്തു Y Limited for acquiring the 100% equity shares in Y Limited. That means ഈ Y Limitedന്റെ ക്യാപിറ്റൽ മുഴുവനും അക്വയർ ചെയ്തു? X Limited അക്വയർ ചെയ്തു. വെരി സിമ്പിൾ പ്രോബ്ലം ആണ്. നമുക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഹോൾഡിംഗ് കമ്പനി X Limited ആണ്, Y Limited സബ്സിഡറി കമ്പനിയാണ് അല്ലേ. ദെൻ സ്റ്റെപ്പ് നമ്പർ 1, ഇവർ അക്വയർ ചെയ്തിരിക്കുന്നത് 31st March 2020 നമുക്ക് ഈ ബാലൻസ് ഷീറ്റും 31st March 2020 സ്റ്റെപ്പ് നമ്പർ 2, 40,000 ഷെയർസ് ആണ് വൈക്കുള്ളത്. 40,000 ഷെയർസ് മീൻസ് 4 lakh rupees ഷെയർ ക്യാപിറ്റൽ ആണ് Y ലിമിറ്റഡിനുള്ളത്. അത് കംപ്ലീറ്റ് ആയിട്ടും ആരുടെയാണ്? ഹോൾഡിംഗ് കമ്പനിയാണ്. മൈനോറിറ്റീസ് ഇല്ല. ദെൻ സ്റ്റെപ്പ് നമ്പർ 2 കഴിഞ്ഞ് നമുക്ക് സ്റ്റെപ്പ് നമ്പർ 3 ഇല്ല. കാര്യം അനാലിസിസ് ഓഫ് റിസർവ്സ് ആണ്. അതിൽ സബ്സിഡറി കമ്പനിയായ Y ലിമിറ്റഡിന് ജനറൽ റിസർവോ സർപ്ലസോ ഇല്ല. അതുകൊണ്ട് തന്നെ അനാലിസിസ് പാർട്ടോ ഒരു അപ്പോർഷൻമെന്റോ മൈനോറിറ്റീസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ കാൽക്കുലേഷൻ ഓഫ് മൈനോറിറ്റി ഇൻട്രസ്റ്റും സ്റ്റെപ്പ് നമ്പർ 5 ഇല്ല. നേരെ സ്റ്റെപ്പ് നമ്പർ 6, കോസ്റ്റ് ഓഫ് കൺട്രോൾ. അവിടെയും നമുക്ക് സ്റ്റെപ്പ് ഇല്ലെങ്കിലും കുഴപ്പമില്ല. കാരണം 4 lakh rupeesന്റെ ക്യാപിറ്റൽ അക്വയർ ചെയ്യാൻ അവർ കൊടുത്തത് 4 lakh rupees തന്നെയാണ്. സോ അവിടെ കോസ്റ്റ് ഓഫ് കൺട്രോളും എന്താണ്? നില്ലാണ്. ദെൻ സ്റ്റെപ്പ് നമ്പർ 7 ഇല്ല. ദെൻ സ്റ്റെപ്പ് നമ്പർ 8, റിസർവ്സ് ആൻഡ് സർപ്ലസ് ആണ്. ഇവിടെ ജനറൽ റിസർവും സർപ്ലസും ഉള്ളത് X Limitedന് മാത്രമേ ഉള്ളൂ. അതായത് ഹോൾഡിംഗ് കമ്പനിക്ക് മാത്രമേ ഉള്ളൂ. ജനറൽ റിസർവ് 1,30,000, സർപ്ലസ് ഒരു 70,000, ടോട്ടൽ 2 lakh rupees ഉണ്ട്. ഇത് കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റിൽ കാണിക്കേണ്ടതുമാണ്. നേരെ നമ്മൾ എവിടെ വരുന്നു? കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റിലേക്ക് വരുന്നു. കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റിൽ ഷെയർ ക്യാപിറ്റൽ, ഈ ഷെയർ ക്യാപിറ്റൽ ഹോൾഡിംഗ് കമ്പനിയുടെ മാത്രമാണ് കാണിക്കേണ്ടത് 10 lakh. റിസർവ്സ് ആൻഡ് സർപ്ലസ് നമ്മൾ സ്റ്റെപ്പ് നമ്പർ 8 ചെയ്തു വെച്ചിട്ടുണ്ട് 2 lakh rupees, അതിവിടെ കാണിക്കണം. മൈനോറിറ്റി ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞ നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് കാണിക്കേണ്ടതില്ല. കാരണം 100% ഷെയർസും Y ലിമിറ്റഡിന്റെ ആണ്. ദെൻ കറന്റ് ലയബിലിറ്റീസ് ഉണ്ട്, ട്രേഡ് പേയബിൾ. രണ്ട് കമ്പനിയുടെയും കൂടെ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. ടോട്ടൽ ആണ്. ലൈൻ ബൈ ലൈൻ അഡീഷൻ ആണ്. നമ്മൾ പറഞ്ഞല്ലോ മ്യൂച്വൽ ഓവിങ്സ് ഒന്നും ഇല്ലെങ്കിൽ ലൈൻ ബൈ ലൈൻ അഡീഷൻ ആണ്. എക്സിന്റെയും വൈന്റെയും കൂടെ ആഡ് ചെയ്യുമ്പോൾ 2,50,000. സോ ടോട്ടൽ ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ് 14,50,000 rupees ആണ്. അസറ്റ് സൈഡിൽ ഫിക്സ്ഡ് അസറ്റ് എക്സിന്റെയും വൈന്റെ ആഡ് ചെയ്യുക 14,50,000. ഇവർ തമ്മിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ് നോൺ കറന്റ് ഇൻവെസ്റ്റ്മെന്റ്. അത് നമുക്ക് കാണിക്കേണ്ടതില്ല. രണ്ടുപേരും തമ്മിലുള്ള ട്രാൻസാക്ഷൻ ആണ് അതല്ലേ. അതായത് 4 lakh rupees X Limited Y ലിമിറ്റഡിന്റെ ഷെയർസ് അക്വയർ ചെയ്യാൻ വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നു. സോ ആ 4 lakh rupees നമുക്ക് കാണിക്കേണ്ടതില്ല. ഫിക്സ്ഡ് അസറ്റ് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 14,50,000 rupees ആണ്. Okay.
സോ വെരി സിമ്പിൾ പ്രോബ്ലം ആണ്. ഇവിടെ ഹോൾഡിംഗ് കമ്പനി 100% ഷെയർസും സബ്സിഡറി കമ്പനിയുടെ അക്വയർ ചെയ്താൽ എന്തായിരിക്കും എന്നാണ്. 100% ഷെയറും അക്വയർ ചെയ്താൽ ശരിക്കും പറഞ്ഞാൽ സബ്സിഡറി കമ്പനിയുടെ നെറ്റ് അസറ്റില് 100% ഇൻവെസ്റ്റ്മെന്റ് എന്നർത്ഥം. എന്താ നെറ്റ് അസറ്റ്സ് മൈനസ് ലയബിലിറ്റീസ് ആണ്. നമുക്ക് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഈ പ്രോബ്ലം 1-2 പ്രാവശ്യം ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കും. താങ്ക് യു.